ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിലുണ്ടല്ലോ, ആകപ്പാടെ കഥ മാറി മറിയുവാട്ടോ. നമ്മുടെ ശ്രുതി വലിയ ആളുടെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. നമ്മുടെ രേവതി പതിവ് പോലെ പൂക്കടയിൽ പോകുന്നുണ്ട്. നമ്മുടെ സച്ചി ആണെങ്കിൽ ഓട്ടത്തിന് പോകുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ രേവതിയുടെ ആ ഒരു പുതിയ കടയുണ്ടല്ലോ, അതിന്റെ നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ വിതരണം ചെയ്യുക. അപ്പം നമ്മുടെ സച്ചി അടുത്തുള്ള ഒരു പാർക്കിലും കയറി ഇങ്ങനെ നോട്ടീസ് എല്ലാവർക്കും കൊടുക്കുവാട്ടെ. അതിന്റെ സെക്യൂരിറ്റീനെ കുറച്ച് നോട്ടീസ് ഏൽപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കാൻ. കൂടെ 100 രൂപയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം സെക്യൂരിറ്റിക്കും ഒരു സന്തോഷം അല്ലേ. അപ്പോഴാണ് ഇങ്ങനെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പാർക്കിൽ നമ്മുടെ ശ്രുതിയും കൂടെയുള്ള ആളെയും കാണുന്നത് കേട്ടോ. അപ്പൊ അവരിങ്ങനെ കളിച്ചും ചിരിച്ചും പാർക്കിലുള്ള ഇതിലൊക്കെ കയറിയും എന്താ പിള്ളേര് കളിക്കുന്നത് പോലെ കളിച്ചും ചോറൊക്കെ തിന്നും ഉറങ്ങണതും സ്നാക്സ് തിന്നണതും ഒക്കെ നമ്മുടെ സച്ചി കാണുവാണ്. അപ്പൊ സച്ചി ഇതൊക്കെ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ പകർത്തുന്നുണ്ട് കേട്ടോ. സച്ചിയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടത്തിന് പോകാതെ അവിടെ നിന്നോ എന്നുള്ളൊരു കാര്യവും ഒരു ചോദ്യം തന്നെയാട്ടോ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ട്, ഇവര് രണ്ടുപേരും രാവിലെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരിക്കും സാറേ. രാവിലെ കൃത്യം 10 മണിക്ക് പാർക്ക് തുറക്കുമ്പോൾ തന്നെ വരും. എന്നിട്ട് 6 മണിക്കാണ് ഇവർ പോകുന്നത്. ഇവരെപ്പോ കുറെ നാളായി ഇങ്ങനെ മുടങ്ങാതെ വരുന്നു. കൃത്യം 1 മണിക്ക് ഫുഡൊക്കെ കഴിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സച്ചിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. പിന്നെ സച്ചിക്ക് അങ്ങോട്ട് ലോട്ടറി അടിച്ച പോലെയായി. സുധിയെ താഴ്ത്തി കെട്ടാൻ കിട്ടിയ അവസരമാണല്ലോ. നമ്മുടെ സച്ചി വേഗം തന്നെ വീട്ടിൽ പോകുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആളാണ് ഈ ഞാനിടാൻ പോകുന്ന സിനിമയിലെ നായകൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാനൊരു സിനിമ കാണിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ സച്ചി അത് നമ്മുടെ ഫോൺ ആ ടിവിയിലേക്ക് കണക്ട് ചെയ്ത് വലുതായിട്ട് ഇങ്ങനെ കാണിക്കാൻ പോകുക കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ എന്ത് ജോലി ചെയ്യുന്നെന്നാ പറയുന്നേ നമ്മുടെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ചന്ദ്രയ്ക്ക് മനസ്സിലായി, ശ്രുതിയുടെ കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് നമുക്ക് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതി വലിയ ആളായിട്ട് വരുന്നുണ്ട്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ജോലി ചെയ്ത് ടയേർഡായി വരുമ്പോഴാണ് ഫ്രണ്ടിൽ ഒരു പൂക്കട. എനിക്ക് എന്തൊരു നാണക്കേടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി ആ ഒരു സിനിമ, നമ്മുടെ ശ്രുതിയുടെ സിനിമ എല്ലാവരും ഇങ്ങനെ ടി വിയിൽ കാണിക്കുന്ന കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാവർക്കും മനസ്സിലായി നമ്മുടെ ശ്രുതി ഇത്ര നാളും കള്ളത്തരം പറഞ്ഞാണ് ചെയ്തിരുന്നത് എന്നുള്ളൊരു കാര്യമായിട്ട്. അങ്ങനെ ശ്രുതിയുടെ ആ ഒരു കള്ളത്തനം നാളുകൾക്ക് ശേഷം പിടിക്കപ്പെടുകയാണ് പ്രേക്ഷകരെ, അതേ കൂട്ടുകാരെ. അപ്പൊ നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് കടന്ന് കരയുന്നൊക്കെയാണ് കേട്ടോ. പിന്നെ എന്തായിരിക്കും അവരുടെ ബന്ധത്തിൽ വല്ല വിള്ളല് വീഴുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.